എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കുറേ നാളായിട്ട് HSIക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി കൂടുതൽ നമ്മൾ ക്വസ്റ്റ്യൻസ് തരാൻ പോവാണ്. നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ പറയണം. അപ്പോൾ നമ്മൾ മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ലൈവായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ്. അപ്പോൾ അത് നിങ്ങൾ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2 × 4, 4 × 6, 6 × 8 എന്ന ശ്രേണിയുടെ 20-ാം പദം എത്രയായിരിക്കും? എങ്ങനെയാ ഇത് ചെയ്യുക? ഇത് 2, 4, 6 എന്ന് പറയുന്ന ഒരു ശ്രേണിയുണ്ട് അല്ലെ? അത് കഴിഞ്ഞ് വേറൊരു ശ്രേണി എന്ന് പറയുന്നത് 4, 6, 8. അത് രണ്ടും കൂടി ഗുണിച്ചതാണ് നമുക്ക് പറയുന്ന ശ്രേണി അല്ലെ? അപ്പൊ ഇതിന്റെ എണ്ണാം പദം എന്തായിരിക്കും? 2, 4, 6 എന്നുള്ളതിന്റെ 2n ആയിരിക്കും അല്ലെ? 4, 6, 8 എന്നുള്ളതിന്റെ എണ്ണാം പദം എത്രയായിരിക്കും? 2n + 2 ആയിരിക്കും അല്ലെ? അപ്പൊ നമുക്ക് ഈ ഒരു ശ്രേണി 2 × 4, 4 × 6, 6 × 8 എക്സിട്ര എണ്ണാം പദം എന്ത് എഴുതാൻ പറ്റും? 2n × 2n + 2. അപ്പൊ നമുക്ക് ഇനി എത്രാം പദമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്? T20 ആണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. 20 എങ്ങനെയാണ്? n-ന് 20 ഇവിടെ കൊടുത്താൽ മതി അല്ലെ? 2 × 20 × 2 × 20 + 2. അപ്പൊ എന്ത് വരും? 40 × 42. അത് എത്രയാണ് വരിക? 0 വരും. 24, 8, 4, 16. 1680 എന്നുള്ളതാണ് നമ്മുടെ ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. സമാന്തര ശ്രേണിയിലെ ആദ്യത്തെ n പദങ്ങളുടെ തുക an² + bn, ab എന്നിവ സ്ഥിരസംഖ്യകളായാൽ ഇതിന്റെ പൊതുവ്യത്യാസം എന്തായിരിക്കും? എങ്ങനെയാ നമ്മൾ ചെയ്യാ? n പദങ്ങളുടെ തുക തന്നുണ്ട് അല്ലെ? an² + bn. അപ്പൊ നമുക്ക് ആദ്യ പദം a1, ആദ്യ പദം എങ്ങനെ എഴുതാം? ആദ്യ പദം = n-ന് 1 കൊടുത്താൽ മതി അല്ലെ? അപ്പൊ എന്താണ്? a × 1² + b × 1. അതേതാണ്? a + b അല്ലെ? അത് ആദ്യ പദമാണ്. ഇനി രണ്ട് പദങ്ങളുടെ തുക എങ്ങനെയാ കാണുക? അതായത് പദങ്ങളുടെ തുക കാണാനുള്ള വാക്യാണ് തന്നിരിക്കണേ അല്ലെ? അപ്പൊ 2 പദങ്ങളാവുമ്പോ aക്ക് n-ന് 2 കൊടുത്താൽ മതി അല്ലെ? a × 2² + b × 2. അത് എത്രയാണ് വരിക? 4a + 2b. അപ്പൊ ഇനി 2 പദങ്ങളുടെ തുക തന്നുണ്ട്. ആദ്യ പദം നമുക്ക് അറിയാം. അപ്പൊ നമുക്ക് രണ്ടാമത്തെ പദം കണ്ടുപിടിച്ചൂടെ? രണ്ടാം പദം എങ്ങനെയാ കണ്ടുപിടിക്കുക? രണ്ടാം പദം = 2 പദങ്ങളുടെ തുക മൈനസ് ആദ്യ പദം അല്ലെ? 4a + 2b - a + b അല്ലെ? അപ്പൊ എന്താണ്? 4a - a എത്ര വരും? 3a വരും അല്ലെ? 3a + 2b - b. അപ്പൊ എന്താണ് വരിക? +b. അപ്പൊ 3a + b എന്ന് വന്നു. ഇനി നമുക്ക് എന്താ ചോദിച്ചിരിക്കണേ? പൊതുവ്യത്യാസമാണ് ചോദിച്ചിരിക്കണേ. d ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ T2 തന്നിട്ടുണ്ട്. T2 നമ്മൾ കണ്ടുപിടിച്ചു അല്ലെ? T1 ആണ് ഇത് അല്ലെ? അപ്പൊ T2 - T1 എങ്ങനെ കണ്ടുപിടിക്കുക? 3a + b - a + b. അത് എത്രയാണ്? 3a - a 2a, b - b ക്യാൻസൽ ചെയ്ത് പോയി. അപ്പൊ 2a എന്നുള്ളതാണ് പൊതുവ്യത്യാസം. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. a, b, c, d, e എന്നിവ സമാന്തര ശ്രേണിയിലാണ് എങ്കിൽ e - cക്ക് തുല്യമായത് ഏത്? ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? a, b, c എന്നിവ സമാന്തര ശ്രേണിയിലാണ് വെച്ചെങ്കിൽ നമുക്കറിയാം 2b = a + c എന്ന് എഴുതാം അല്ലെ? ഇനി b, c, d സമാന്തര ശ്രേണിയാണ് വെച്ചെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? 2c = b + d എന്ന് എഴുതാം അല്ലെ? ഇനി c, d, e സമാന്തര ശ്രേണിയിലാണ് വെച്ചെങ്കിൽ 2d = c + e എന്ന് എഴുതിയൂടെ? അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിൽ നിന്ന് e = നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? e =
2d മൈനസ് സി. അപ്പൊ ഇ മൈനസ് സി എന്ന് പറയുന്നത് എങ്ങനെ എഴുതാൻ പറ്റും? 2d മൈനസ് സി മൈനസ് സി അല്ലെ? അപ്പൊ എന്ത് വരും? 2d മൈനസ് 2c. അത് 2 പുറത്തേക്ക് എടുത്താൽ 2 ഇൻറ്റു ഡി മൈനസ് സി. ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെയും ഏഴാമത്തെയും പദങ്ങൾ യഥാക്രമം 12, 24 എന്നിവയായാൽ 10ാം പദം എത്ര? അതിന്റെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് അറിയാം സമാന്തര ശ്രേണിയിലെ മൂന്നാമത്തെ പദം എങ്ങനെയാ എഴുതുക? T3 ആണ് അല്ലെ? അതെങ്ങനെയാണ് എഴുതുക? a പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 3 മൈനസ് 1, അതായത് 2d. a പ്ലസ് 2d എന്ന് പറയുന്നത് 12 ആണെന്ന് തന്നിട്ടുണ്ട്. ഇനി ഏഴാമത്തെ പദം T7 ഈക്വൽ ടു a പ്ലസ് 6d ഈക്വൽ ടു 24. അപ്പൊ ഇനി നമുക്ക് ഈ രണ്ട് ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം? എയും ഡിയും നമുക്ക് കണ്ടുപിടിക്കാം അല്ലെ? ഇത് രണ്ടെന്നും ഒന്ന് മൈനസ് ചെയ്താൽ മതി. എ മൈനസ് എ ആവുമ്പോൾ ക്യാൻസൽ ചെയ്ത് പോയി. 6d മൈനസ് 2d ആവുമ്പോൾ 4d ഈക്വൽ ടു 24 മൈനസ് 12 ആവുമ്പോൾ 12. അപ്പൊ ഡി എന്താണ് വരിക? 12/4. അത് എത്രയാണ്? 3. അപ്പൊ എ എന്ത് വരും? 12 മൈനസ് 2d എന്ന് പറയുന്നത് എത്രയാണ്? 2 ഇൻറ്റു 3, അതായത് 12 മൈനസ് 6 ഈക്വൽ ടു 6. എ 6ഉം ഡി 3യുമായാൽ ഇനി നമുക്ക് T10 എഴുതാം അല്ലെ? T10 ഈക്വൽ ടു എ പ്ലസ് 9d. അതായത് എ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? 6 നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ? 6 പ്ലസ് 9 ഇൻറ്റു 3, അത് എത്രയാണ്? 6 പ്ലസ് 27, അതായത് 33. അപ്പൊ ഏതാണ് ആൻസർ? 33 എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ഒരു ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഒരു കുട്ടി ഒരു AP-യിലെ പൊതുവ്യത്യാസം 2ന് പകരം -2 എന്ന് തെറ്റായി എടുത്ത് അതിന്റെ ആദ്യത്തെ 5 പദങ്ങളുടെ തുക കണ്ടുപിടിച്ചപ്പോൾ -5 എന്ന് കിട്ടി എങ്കിൽ യഥാർത്ഥ തുക എന്ത്? എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുക? പൊതുവ്യത്യാസം അവരെന്താ എടുത്ത്? ഡി എന്ന് പറയുന്നത് -2 എന്ന് എടുത്തു അല്ലെ? അപ്പൊ അവർക്ക് പദങ്ങളുടെ തുക, അതായത് SN എന്ന് പറയുന്നത് -5 കിട്ടി അല്ലെ? ഇല്ല, 5 പദങ്ങൾ -5 എന്ന് കിട്ടി. അപ്പോ SN -5 ആണ് കിട്ടിയത്. ഇനി നമുക്ക് ഇവിടുന്ന് SN എഴുതാൻ പറ്റുമോ? SN ഈക്വൽ ടു എങ്ങനെയാണ് വാക്യം? n/2 ഇൻറ്റു 2a പ്ലസ് n മൈനസ് 1 ഇൻറ്റു ഡി അല്ലെ? അതാണ് തുക കണ്ടുപിടിക്കാനുള്ള വാക്യം. അപ്പൊ നമുക്ക് എന്നിന് എന്തെടുക്കാം? 5 പദങ്ങളല്ലേ പറഞ്ഞിരിക്കുന്നത്, അതായത് S5 ആണ് -5 എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 5/2 ഇൻറ്റു 2a എന്ന് പറഞ്ഞാൽ 2 ഇൻറ്റു എ തന്നെയാക്കി എടുത്തു. 2a പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു ഡി എത്രയായിട്ട് എടുത്തത്? -2 ആക്കി എടുത്തു. ഇതിന്റെ തുക എന്ന് പറയുന്നത് എത്രയാന്ന് തന്നിട്ടുണ്ട്? -5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവിടുന്ന് എ കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നോക്കൂ. അതായത് ഇവിടെ 2a മൈനസ് 8 വരും അല്ലെ? 2a മൈനസ് 8 ഈക്വൽ ടു -5 ഇൻറ്റു 2/5 വരും. അപ്പൊ എന്ത് വരും? -2 എന്ന് വരും അല്ലെ? അപ്പോൾ എ എന്ത് വരും? -2 പ്ലസ് 8/2 എന്താണ് വരിക? 6/2, 3 എന്ന് വരും. എ 3 ആണ്. അപ്പൊ എ 3 ആണ്. ഡി നമുക്ക് ശരിക്കുള്ളത് എടുക്കാം. 2 എന്താണ്? 2 ആണ് എടുക്കേണ്ടത്. അപ്പൊ എ 3യും ഡി 2ആയിട്ടുള്ള 5 പദങ്ങളുടെ തുകയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ S5 ഈക്വൽ ടു 5/2 ഇൻറ്റു 2 ഇൻറ്റു A3 പ്ലസ് n മൈനസ് 1 എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 2. അപ്പൊ എന്ത് വരും? 5/2 ഇൻറ്റു 6 പ്ലസ് 8 അല്ലെ? 14. അപ്പം 14, 2, 7, 7 5 35. അപ്പൊ ഏതാണ് ആൻസർ? 35. ഡി എന്നുള്ളതാണ് ആൻസർ.
അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഇനിയും കൂടുതൽ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും. താങ്ക് യു ഫോർ വാച്ചിങ്.